ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നൊരു ചെറിയ കണക്കും കഥയും നമുക്ക് നോക്കാം. സർക്കസ് കാണാറുണ്ട് എല്ലാവർക്കും അല്ലെ? എല്ലാവർക്കും ഇഷ്ടവുമാണ്. അതിലെ ട്രിപ്പീസ് കളി കണ്ടിട്ടുണ്ടോ? മെയ് വഴക്കമുള്ള സുന്ദരികൾ ഒരു വലയത്തിൽ നിന്ന് മറ്റൊരു വലയത്തിലേക്ക് ആടി ചാടി അല്ലേ? നമ്മൾ എത്ര എക്സൈറ്റോടെയാണ് അത് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എത്ര വീർപ്പടക്കിയാണ് അത് കണ്ടുകൊണ്ടിരിക്കുക, പേടിച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മളത് കാണാം. വീഴുവോ എന്നൊക്കെ വിചാരിച്ച്. വീഴില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും താഴെ വീണാലൊന്നും പറ്റാതിരിക്കാൻ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ ഒരു നെറ്റല്ലേ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നതും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു സുരക്ഷാ കവചമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട്. ഒരു കണക്ക് നോക്കുക. ഒരു വ്യക്തി ഒരു കുറച്ച് നാളത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് കരുതുക. അപ്പൊ വീട്ടിലേക്ക് ആവശ്യമുള്ള പണത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? അയാൾ കുറച്ച് ഒരു 2-3 മാസത്തേക്കാണ് മാറി നിൽക്കുന്നതെങ്കിൽ ആ 3 മാസത്തേക്ക് കണക്ക് ആക്കി അയാൾ ഒരു തുക വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അയാൾ ഒരു 6 മാസത്തിൽ കൂടുതലാണ് ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിലോ അതുവരെയുള്ള തുക കണക്കാക്കി ഏൽപ്പിച്ചിട്ട് പോകും. ഇനി അയാൾ ഒരു 2 വർഷം കഴിഞ്ഞാണോ വരുന്നതെങ്കിലോ അപ്പോഴും അതുവരേക്കും വീട്ടിന്റെ കുടുംബസ്ഥിതി നടന്നു പോകാനുള്ള എക്സ്പെൻസിന് വേണ്ട തുക കണക്കാക്കി തുക ഏൽപ്പിച്ചിട്ട് പോകും. എന്നാൽ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്കാണ് പോകുന്നതെങ്കിലോ നമ്മൾക്ക് എങ്ങനെ അതിനുവേണ്ടി കരുതി വെക്കാൻ സാധിക്കും? അത് എത്ര രൂപ കരുതി വെക്കാൻ സാധിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ വിട പറഞ്ഞു പോകേണ്ടവരാണ്. പക്ഷെ നാളെയാണോ മറ്റന്നാളാണോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ഒട്ടും ഓർക്കാപ്പുറത്ത് ഈ ഭൂലോകത്ത് നിന്ന് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ സ്ഥിതി എന്താകും? നമ്മുടെ കുടുംബത്തിലുള്ളവർ, കുട്ടികൾ, ഇവരെയൊക്കെ അവസ്ഥ എന്താകും? അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കരുതി വച്ചിട്ട് പോകാൻ കഴിയുമെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏൺ ചെയ്യുന്ന ഈ സമയത്തല്ലേ നടക്കൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അതിനെക്കുറിച്ച് ചിന്തിക്കുക. കാരണം ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞവർ ഇവിടെ ഉണ്ട്. അവർ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ പോകുന്നതിന് മുന്നേ അവർക്ക് വേണ്ട സുരക്ഷിത കവചം ഏർപ്പാടാക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ വരെ നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കൂ. നല്ലൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് തന്നെ എടുക്കൂ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ താങ്ക് യു. ബൈ ബൈ.